ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അഖില നായർ. LCU അഥവാ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് വിയറ്റ്നാം കോളനിയുടെ പ്രീക്വലോ? സാധ്യതകൾ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ വിയറ്റ്നാം കോളനിയുടെ സീക്വലാണ് LCU. ഗുണ്ടാ തലവനായ റാവുത്തറിന്റെ മകനാണ് റോളക്സ്. റാവുത്തറിന്റെ സ്വാഗും നെഞ്ചിലെ തേളും അതേപോലെ റോളക്സിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ കൊണ്ടും കൊടുത്തും വളർന്ന വിയറ്റ്നാം കോളനിയിലെ പിള്ളേർ തന്നെയാണ് LCUവിലെ അടയ്ക്കളം ഗ്യാങ്. ഒരു കൈ പുറകിൽ കെട്ടി തന്റേടത്തോടെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന അടയ്ക്കളത്തിന്റെ എക്സാക്ട് കുട്ടി വേർഷൻ നമുക്ക് വിയറ്റ്നാം കോളനിയിലും കാണാം. അല്പം ഗ്യാപ്പിട്ട് നിൽക്കുന്ന അൻപിനെയും. റോളക്സും അടയ്ക്കളം ഗ്യാങ്ങും കണ്ടുമുട്ടുന്നത് വിയറ്റ്നാം കോളനിയിൽ വച്ചുതന്നെ ആകാനാണ് സാധ്യത. തന്റെ അച്ഛനായ റാവുത്തർ കോളനിയിലുള്ളവരെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയോ അതുപോലെ മകനായ റോളക്സും കോളനിയിലെ പിള്ളേരെ വിലക്കെടുത്തു. ഇനി ഗോസ്റ്റായ വിക്രത്തിലേക്ക് വന്നാൽ അയാൾ ദിലീപ് യൂണിവേഴ്സായ ഇഷ്ടത്തിലെ കൃഷ്ണൻകുട്ടി മേനോനാണെന്ന കഥ ഏറിലുണ്ടെങ്കിലും സത്യത്തിൽ അത് മൂസ സേട്ടു ഏലിയാസ് കോട്ട്മുക്രിയാണ്. 30 വർഷം വിക്രം പല പേരിൽ ഒളിച്ചു താമസിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയായിരുന്നുവെന്ന് പറയുന്നില്ല. ഒരു പക്ഷേ ആ പല പേരുകളിൽ ഒരു പേര് കോട്ട്മുക്രി ആയിരിക്കാം. വിയറ്റ്നാം കോളനിയിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കാലം പറഞ്ഞുപോകുന്നു. ഇനിയാണ് LCU ഏറ്റവും അവസാനം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ, ലിയോ. വിയറ്റ്നാം കോളനിയിൽ റാവുത്തർ ഗ്യാങ്ങിനെ കബളിപ്പിച്ച് സ്വാമിയെയും ജോസഫിനെയും കോളനിയിൽ താമസിപ്പിക്കാൻ വേണ്ടി മാധവി അമ്മയോട് മകൾക്ക് വേണ്ടി റിസ്ക് എടുക്കണമെന്ന് ഉപദേശിക്കുന്ന പപ്പു അവതരിപ്പിച്ച കഥാപാത്രം എരുമേലി. ലിയോ അയാളുടെ മകൻ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. എരുമേലി .O എന്ന തന്റെ മുഴുവൻ പേരിന്റെ അവസാന അക്ഷരം കൂടി ചേർത്ത് തന്റെ മകന് അയാൾ ലിയോ എന്ന് പേരിട്ടു. സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച ആന്റണി ദാസ് എന്ന കഥാപാത്രത്തിന്റെ കയ്യിൽ എങ്ങനെയോ എത്തുന്ന ലിയോയെ മകനെപ്പോലെ അയാൾ വളർത്തുന്നു. ലാസ്റ്റ് പാർത്ഥിപൻ എന്ന പേരിൽ ആന്റണിയെ തല്ലിക്കൊല്ലുന്നു. ഒരു വളർത്തുമകനായതുകൊണ്ടു കൂടിയാണ് ഹെറോൾഡ് ദാസിന് ലിയോയെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്. മാധവി അമ്മയോട് റിസ്ക് എടുക്കാൻ പറയുന്ന പൈലിംഗ് ചെയ്യാൻ വന്ന കമ്പനിക്കാരുടെ മുന്നിൽ അഴിഞ്ഞാടിയ എരുമേലിയുടെ ആറ്റിറ്റ്യൂഡും മാനറിസവും തന്റെ മകനായ ലിയോയിൽ അതുപോലെ കാണാൻ സാധിക്കും. വിയറ്റ്നാം കോളനിയിലെ ഇരുമ്പു ജോണും ദില്ലിയും തമ്മിലുള്ള ബന്ധവും ഇവർ എങ്ങനെ കൂലിയിലെ രജനി കഥാപാത്രമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന സാധ്യത കാണാൻ കാത്തിരിക്കുക.